വഴിക്കടവ് മരണത്തിൽ ഗൂഢാലോചന ആരോപണത്തിൽ നിന്നും പിന്മാറി ഇടതുമുന്നണി. ഇന്ന് പ്രതികരിക്കാനില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. ഗൂഢാലോചന ആരോപിച്ചത് മരണത്തെക്കുറിച്ചല്ലെന്ന് വനം മന്ത്രി. പ്രസ്താവന വളച്ചൊടിച്ചെന്നും AK ശശീന്ദ്രൻ. വഴിക്കടവ് മരണത്തിൽ പ്രതിഷേധവുമായി രാഷ്ട്രീയ പാർട്ടികൾ. UDF KSCB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇടതുമുന്നണിയുടെ മാർച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക്, BJP ഫോറസ്റ്റ് ഓഫീസിലേക്കും പ്രതിഷേധം. നിലമ്പൂർ ജനവിധി സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് M സ്വരാജ് ന്യൂസ് 18നോട്. ശ്രീചിത്രയിലെ ഓപ്പറേഷൻ തടസ്സം പരിഹരിച്ചെന്ന് സുരേഷ് ഗോപി. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഉടനെത്തും. 2 ദിവസത്തിനകം തടസ്സപ്പെട്ട ശസ്ത്രക്രിയകൾ തുടങ്ങും. മന്ത്രിയുടെ ഉറപ്പ്. ആശുപത്രിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം ശ്രീചിത്രയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കിറ്റെക്സ് സർക്കാർ പോരുമുറുകുന്നു. സാബു M ജേക്കബിന് മറുപടിയുമായി PV ശ്രീനിജൻ MLA. കിഴക്കമ്പലം ആരുടെയും പിതൃസ്വത്തല്ലെന്ന് FB പോസ്റ്റ്. ഇടവേളയ്ക്ക് ശേഷം പോരുമുറുകുന്നതിന് പിന്നിൽ തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന സൂചന. ഷൈൻ ടോം ചാക്കോയുടെ പിതാവ്. ചാക്കോയുടെ സംസ്കാരമുടൻ ആശുപത്രിയിൽ നിന്നെത്തി പിതാവിനെ അവസാനമായി കണ്ട് ഷൈനും അമ്മയും. ഷൈനെ ഇന്നോ നാളെയോ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കും. കൊച്ചിയിൽ മുങ്ങിയ കപ്പലിനെതിരെ സംസ്ഥാനം നിയമ നടപടിക്കില്ല. നഷ്ടപരിഹാരമാണ് ലക്ഷ്യമെന്ന് ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പ്. MSC കമ്പനിയുമായി വിഴിഞ്ഞത്തിന് നല്ല ബന്ധമെന്നും സർക്കാർ. ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ MSC ഐറീന വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തു. മലയാളിയായ വില്ലി ആന്റണി ക്യാപ്റ്റനായ കപ്പലിനെ വരവേറ്റത് വാട്ടർ സല്യൂട്ട് നൽകി. നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിലെ പണം തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ബാങ്ക് അക്കൗണ്ട് ഉടൻ പരിശോധിക്കും. 69 ലക്ഷം തട്ടിയെടുത്തുന്ന പരാതിയിൽ ഉറച്ച കൃഷ്ണകുമാർ. ജീവനക്കാരുടെ പരാതിയിൽ മൊഴിയെടുപ്പും ഉടനുണ്ടാകും. കോവിഡ് പടരുന്നു. രാജ്യത്ത് 6 മരണങ്ങൾ കൂടി. രോഗബാധിതരുടെ എണ്ണം 6000 കടന്നു. കേരളത്തിൽ 3 മരണം കൂടി.